പാടത്ത് പണി വരമ്പത്ത് കൂലി എന്നാണല്ലോ. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു കൂലിയുടെ കഥ കാണാം. ഇതെന്താ ഇവനൊരു ബന്ധമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയണതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ? എന്നാ അതുപോലെ തന്നെ ഒരു ബന്ധമില്ലാതെ ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചതാണ് കൂലി. ഇതാണ് രാജഗോപാലൻ. ശരിക്കും രാജശേഖർ എന്നാണ് ഇയാളുടെ പേര്, പക്ഷെ ഞാൻ ഇയാളെ രാജഗോപാലനെ വിളിക്കൂ. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം, തള്ളക്ക് വിളി ഒഴിച്ച്. ഈ ഗോപാലൻ ഒരു റിസർച്ച് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അയാൾക്ക് 3 പെൺകുട്ടികളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം അയാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് പടായി പോയി. അയാളുടെ മരണത്തിൽ എന്തോ ഡൗട്ട് തോന്നിയ അയാളുടെ ഫ്രണ്ട്, അതായത് നമ്മുടെ നായകൻ ദേവ, സത്യം കണ്ടുപിടിക്കാൻ വേണ്ടി കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഈ ദേവ ഒരു ലോഡ്ജൊക്കെ നടത്തി ജീവിക്കുന്ന ആളാണ് കേട്ടോ. അങ്ങനെ ദേവ അന്വേഷിച്ചു വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഗോപാലൻ റിസർച്ച് ജോലിയൊക്കെ എപ്പോഴോ നിർത്തി വേറെന്തോ ഒരു പരിപാടി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. മൂപ്പര് ടോണി സ്റ്റാർക്ക് ആവാൻ നോക്കിയതാണ്. ഈ ലോകത്തിൽ എല്ലാവർക്കും വളരെ അത്യാവശ്യമായ ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ് ഗോപാലൻ കണ്ടുപിടിച്ചു വെച്ചേക്കണത്. ഒന്നുമില്ല, പഴയ ഇരുമ്പ് കസേരയിൽ കറണ്ട് കൊടുക്കണ ഒരു പരിപാടി, അത്രേ ഉള്ളൂ. ഈ പട്ടിയുടെ പൂച്ചയുടെ ഒക്കെ ബോഡി ഇതിൽ കൊണ്ടുവന്ന് വെച്ചാ വളരെ പെട്ടെന്ന് തന്നെ അത് പൊടിയായിട്ട് മാറത്രേ. അതെ, ഇത് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു കണ്ടുപിടുത്താണ് കേട്ടോ. ഇത് കണ്ടുപിടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കുറെ പേര് കടന്ന് കരയായിരുന്നു. ഒന്ന് പോടോ. ഈ പട്ടിയും പൂച്ചയൊക്കെ ചത്തു കഴിഞ്ഞാ എന്തിനപ്പം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം? സാധാരണ ഇപ്പൊ നമ്മൾ എന്താണോ ചെയ്യാറുള്ളത് അത് തന്നെ അങ്ങോട്ട് ചെയ്താൽ പോരെ. സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റ് പറയും അന്റെ ഈ ആക്രി കസേരൊന്നും ഇവിടെ ആവശ്യമില്ല, ദങ്കളാച്ച് എടുത്തോണ്ട് പോക്കോളാൻ. അങ്ങനെ അടുത്ത ടോണി സ്റ്റാർക്ക് ആവാൻ നോക്കിയ നമ്മുടെ ഗോപാലൻ സാഡ് ആവുകയാണ്. ഞാൻ പോകുന്നു. അപ്പോഴാണ് അടിപൊളി ഓഫറുമായി നമ്മുടെ സൈമൺ ഗോപാലനെ തേടി വരുന്നത്. സൈമൺ ഒരു ഡോണാണ് കേട്ടോ. ഇയാൾക്ക് എന്തൊക്കെയോ ബിസിനസ് ഉണ്ട്. വാച്ച്, കിഡ്നി, കൊടല്, പണ്ടം ഇതൊക്കെ വിൽക്കലാണ് ഇയാളുടെ മെയിൻ പരിപാടി. ഹാർബറിലാണ് സൈമൺ ഈ കച്ചവടമൊക്കെ നടത്തുന്നത്. കരളും വൃക്കൊക്കെ എടുത്ത ശേഷം ബാക്കി വരുന്ന ഡെഡ് ബോഡികൾ ആരും അറിയാതെ ഇല്ലാതാക്കണം. അതിനെന്താണ് വഴിയെന്ന് സൈമൺ ഇങ്ങനെ ആലോചിച്ച് നടക്കുമ്പോഴാണ് നമ്മുടെ ഗോപാലൻ അയാളുടെ കസേരൻ ടാർപ്പായൊക്കെ കണ്ടുപിടിക്കണത്. അങ്ങനെ സൈമണും ഗോപാലനും പാർട്ട്ണർ ആവുകയാണ്. സൈമണും അയാളുടെ അസിസ്റ്റൻസും കൂടെ ശവങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കും. ഗോപാലനും അയാളുടെ മകള് പ്രീതിയും കൂടി ഈ ശവങ്ങളൊക്കെ കരിക്കും. ശവങ്ങൾ വരുന്നു, കരിക്കുന്നു, ശവങ്ങൾ വരുന്നു, കരിക്കുന്നു. അങ്ങനെ ഗോപാലന്റെ ജോലി ഈ ശവം കരിക്കലായിട്ട് മാറുകയാണ്. ഇയാളാണ് ദയാൽ. പേരിൽ മാത്രമേ ദയൊക്കെ ഉള്ളൂ കേട്ടോ. ഇയാളൊരു സൈക്കോ ആണ്. അങ്ങനെ അച്ഛനും മകളും കൂടെ കരിച്ചും പുകച്ചും ഒരുപാട് പൈസ ഉണ്ടാക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ദയാൽ ഒരു പോലീസുകാരനാണെന്ന് നമ്മുടെ ഗോപാലൻ കണ്ടുപിടിക്കണത്. അയാൾക്ക് ഇപ്പൊ ഇവിടെ ഷെർലക് ഹോംസ് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കിട്ടണ പൈസ വാങ്ങിയിട്ട് മൂടിയിട്ട് പോയാൽ മതി. എന്നാലും പിന്നെന്താ, ദയാല് ഗോപാലനെ അടിച്ചു കൊല്ലാണ്. എല്ലാവരും ചാവാൻ പോകുന്നതിന് മുന്നേ എന്നെ വെറുതെ വിടണം, എനിക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അങ്ങനെയൊക്കെയാണ് പറയാറ്. പക്ഷെ നമ്മുടെ ഗോപാലൻ അതൊന്നുമല്ല പറയണത്. ഞാൻ ചത്ത പ്രതികാരം ചെയ്യാൻ വേണ്ടി ലൈറ്റ് ഹൗസോ അല്ല പവർ ഹൗസ് വരുന്നൊക്കെയാണ് നമ്മുടെ ഗോപാലൻ പറയണത്. എന്നാ കൊണ്ടുപോടാ എന്റെ പവർ ഹൗസ് എന്നും പറഞ്ഞിട്ട് ദയാല് ഗോപാലന്റെ നെഞ്ഞത്ത് നോക്കി 5-6 ഇടി അങ്ങോട്ട് ഇടിക്കും. അതോടെ ഗോപാലന്റെ ഹൗസിലെ ഫുൾ പവറും കെടുകയാണ്. ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ദേവ പ്രീതിയെയും കൂട്ടി സൈമന്റെ താവളത്തിലേക്ക് എത്തി. എന്നിട്ട് ഗോപാലന്റെ മെഷീൻ ഉപയോഗിച്ച് വീണ്ടും ശവം കത്തിക്കുന്ന പരിപാടി തുടങ്ങും. പിന്നെ അന്വേഷണമൊക്കെ മറന്ന് ദേവ അവിടുത്തെ ശവം കരിക്കുന്ന ആളായിട്ട് മാറുകയാണ്. നല്ല കാശും കിട്ടുന്നുണ്ട് കേട്ടോ, അതും കൂടെ പറയാലോ. അങ്ങനെ ഒരു ശവം കത്തിക്കാൻ എടുക്കുമ്പോ ഒരു പരിചയമുള്ള മുഖം നോക്കുമ്പോ ദാ കിടക്കണു നമ്മുടെ ദയാല് കൂടെ നിന്ന് ചതിച്ചത് കൊണ്ട് സൈമൺ അയാളെ അടിച്ചു കൊന്നതാണ്. ദയാലിന്റെ ശവം കരിച്ചു കളയണ്ട, അത് കുഴിച്ചിട്ടാ മതി എന്ന് സൈമൺ പറയും. ബസ് സ്റ്റാൻഡ്, ചന്ത, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഞാൻ പോകാറില്ല. നോക്കുമ്പോണ്ടോ ചത്തവന്താ കുഴി മാന്തി വരുന്നു. അപ്പൊ ഇയാൾക്ക് ഈ കുഴിന്ന് എണീറ്റ് വരാൻ വേണ്ടിയിട്ടാണ് സൈമൺ ബോഡി കരിക്കണ്ടെന്ന് പറഞ്ഞില്ലേ. സൂപ്പർ. ഇതൊക്കെ ആരാ എഴുതി വിടുന്നു? സമ്മതിക്കണം കേട്ടോ. 4 അടി നെഞ്ഞത്ത് കിട്ടിയ ഗോപാലൻ അപ്പൊ തന്നെ ചത്തു. ചുറ്റിക കൊണ്ട് ഇത്ര അടി കിട്ടിയിട്ട് ഇയാൾ ചത്തില്ലാന്ന്. ഇതാണ് ചാവാൻ പോകുമ്പോ ഒരാൾ പറയാ. അല്ലാണ്ട് പവർ ഹൗസ് വരും, ലൈറ്റ് ഹൗസ് വരുന്നൊന്നല്ല. അവന് ബുദ്ധിയുണ്ട്. ദയാലിനോട് ദയ തോന്നിയ ദേവ പ്രീതിയെയും അയാളെയും ഒരു ട്രെയിനിൽ കയറ്റിവിടും. എന്നിട്ട് സൈമന്റെ അടുത്തേക്ക് വരും. അപ്പോഴാണ് ദേവ മനസ്സിലാക്കുന്നത് തന്റെ നൻപൻ ഗോപാലനെ കൊന്നത് ഈ ദയാലാണ്.
ഇതാ നമ്മുടെ പ്രീതി എഞ്ചിൻ റൂമിൽ ഇരുന്ന് ട്രെയിനൊക്കെ ഓടിക്കണു. ഇതെങ്ങടെ ഈ കഥ പോണത്? പിന്നെ ഒരു ഗെയിമാണ്. ദയാല് കുറെ ഓർഡർ ഇടുകയാണ്. നീ അങ്കപ്പോ, നീ ഇങ്കപ്പോ. അതിന്റെ ഇടയിൽ ദയാലിന്റെ കയ്യിൽ നിന്ന് പ്രീതി രക്ഷപ്പെടും. എന്നിട്ട് കിട്ടിയ ജീവൻ കൊണ്ട് വേഗം രക്ഷപ്പെടാൻ നോക്കാതെ തട്ടുകടയിൽ ഇഡ്ഡലി ടേസ്റ്റ് ചെയ്യാണ് നമ്മുടെ പ്രീതി. പിന്നെ ഒരു ട്രെയിൻ ഫൈറ്റ് ആണ്. ഇതേ സമയം ദേവയുടെ ലോഡ്ജില് പൊരിഞ്ഞടി. ഈ ഫൈറ്റിൽ ദേവയ്ക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ചെയ്യണതൊക്കെ ഏതോ ഒരു ഡ്യൂപ്പാണ്. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ദേവയുടെ തല മാത്രം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതെന്താടത്? ദേവയുടെ തല ചോറും വെറ്റി വെച്ച് ഒട്ടിച്ചേക്കാണോ? അപ്പോഴാണ് ദേവ കാലീശനെ വിളിക്കുന്നത്. കാലീശൻ വർഷങ്ങളായിട്ട് ലോഡ്ജിലെ ഈ മുറിയുടെ ഉള്ളിലാണ് താമസിക്കുന്നത്. റൂം നമ്പർ 114. അയാൾ ഈ റൂമിന്റെ പുറത്തോട്ട് അങ്ങനെ വരാറില്ല എന്നാണ് ഇവര് പറയണത്. അതെന്താന്നാവോ? റൂം ക്ലീൻ പണ്ടണോ? ശരി, ഞാൻ അപ്പുറമാ വരാം. അവസാനം സൈമന്റെ കയ്യിൽ പ്രീതി പോയി പെടും. അവിടെ വെച്ച് ദേവ സത്യം വെളിപ്പെടുത്തുകയാണ്. പണ്ട് ഈ സൈമന്റെ അച്ഛനെ കൊന്നത് ദേവയാണ്. സ്വന്തം അച്ഛനെ കൊന്ന ഇയാളെ സൈമൺ മറന്നൂത്രേ. തന്നെ എനിക്കറിയാമല്ലോ, താൻ ഹംസയല്ലേ? ഞാൻ ഹംസോ അല്ല, താറാവോ അല്ല. ഞാൻ നിന്റെ തൊണ്ട. നോക്കുമ്പോ ദേവ മാത്രല്ല, നമ്മുടെ താരതഗതിമി ഡാൻസ് മാഷൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അവസാനം സൈമൺ ചത്തു. താരതഗതിമിയും ദേവയൊക്കെ സ്ലോ മോഷനിൽ നടന്നു പോവാൻ നിൽക്കുമ്പോ അത് ആരോ ഒന്ന് ദേവയുടെ തലയിൽ തുണി ഇട്ടിട്ട് അയാളെ ഇങ്ങോട്ടോ കടത്തിക്കൊണ്ട് പോവാണ്. കണ്ടില്ലേ? ഇത്രേ ഉള്ളൂ ഈ കുലി. നോക്കുമ്പോണ്ടോ ദേ പുതിയ ഒരുത്തം വന്നിക്കണു. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ഇയാളാണ് ദാഹ. ദാഹ ആണെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുക. ദാഹ വന്നിട്ട് ദേവയുടെ തല വെട്ടാൻ വേണ്ടി ഇങ്ങനെ വാളെടുത്ത് വീശിയതും അയാൾക്ക് പെട്ടെന്ന് എന്തോ ഓർമ്മ വരികയാണ്. അവിടെ ഒരു ഫ്ലാഷ് ബാക്ക്. സൈമന്റെ അച്ഛനെ ദേവ കൊല്ലുന്ന സമയത്ത് അവിടെ ഈ ദാഹവും വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനെ പടാക്കിയവനെ സൈമൺ ഓർമ്മയില്ല, പക്ഷെ നമ്മുടെ ദാഹയ്ക്ക് ഓർമ്മയുണ്ട്. പിന്നെന്താ, എല്ലാവരും ചേർന്ന് ഒരു ബീഡി അങ്ങോട്ട് വലിക്കും. ഈ ഒരു ബീഡിക്ക് വേണ്ടിയിട്ടാണോ ഈ തലയിൽ തുണിയൊക്കെ ഇട്ട് ഇയാൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇത് അവിടെ വെച്ചെന്നെ ചോദിച്ചാൽ അയാൾ എടുത്തു തരില്ലേ? അങ്ങനെ കത്തിക്കരിഞ്ഞ ബീഡി പോലെ ഈ സിനിമയും അവസാനിച്ചു. ഈ സിനിമ മുഴുവൻ കണ്ടൊരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ആകെ ഒരേ ഒരു കാര്യം ആദ്യം ചോദിക്കാനുള്ളൂ. ഈ കൂലി എന്ന് പറഞ്ഞ മനുഷ്യനല്ലേ, സൂപ്പർ ഹീറോ ഒന്നും അല്ലല്ലോ? അല്ല, ചോദിച്ചേ ഉള്ളൂ. ഒരു പാട്ടുണ്ട് ഇതില്, മോണിക്ക. എന്തോ ഒരു പാട്ട് വെക്കണ്ടേന്ന് പറഞ്ഞിട്ട് വെച്ച പോലെ ഉണ്ട്. എടോ, മോണിക്ക ഞവണിക്കൊക്കെ വീട്ടിലെത്തിയിട്ട് അരമണിക്കൂറായി. ഇയാൾ ആർക്ക് വേണ്ടിയിട്ട് ഈ കളിക്കണത്? എനിക്കൊരു സംശയം. എന്നാലും നമ്മുടെ രാജഗോപാലന്റെ കസേരക്ക് എന്താ പറ്റിയത്? കാണിച്ചു തരാം.